الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന കിതാബിലെ അമാലുൽ ഖുലൂബ് ക്രോഡീകരിച്ചിട്ടുള്ള അൽ-ഇക്സീർ എന്ന ഗ്രന്ഥത്തിൽ അടുത്ത മൻസിലത്തു തവാദു, കഴിഞ്ഞ ദർസുകളിൽ മൻസിലത്തുൽ ഖുലുഖും സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൻസിലത്തും അതിനെ തുടർന്നുകൊണ്ട് തെഹ്ദീബുൽ അഖ്ലാഖ്, സ്വഭാവത്തെ നന്നാക്കിയെടുക്കാവുന്ന മാർഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അടുത്തത് മൻസിലത്തു തവാദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, വിനയം കാണിക്കുക എന്നുള്ളതല്ല. ഒരു മുഅ്മിനിന്റെ അടയാളമാണ് അവൻ വിനയമുള്ളവനാവുക എന്നുള്ളത്. വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിനെതിരായിട്ടുള്ളത്. എന്താണോ അഹങ്കാരം, അതിനെതിരായിട്ടുള്ള ഒരു അവസ്ഥയാണ് പൊതുവെ വിനയം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറയാറുള്ളത്. ഇബ്നുൽ ഖയ്യിം ആദ്യം ചില ആയത്തുകളാണ് കൊടുക്കുന്നത്. ഖാല അല്ലാഹു തആല, സൂറത്തുൽ ഫുർഖാനിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ, അവരുടെ വിശേഷണങ്ങൾ പറയുന്ന ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു, അല്ലദീന യംശൂന അലൽ അർളി ഹൗനൻ. അവർ ഭൂമിയിലൂടെ നടക്കുന്നത് ഹൗനൻ, അഥവാ താഴ്മയോടുകൂടി വിനയത്തോടു കൂടിയാണ് അവർ ഭൂമിയിലൂടെ നടക്കുക, അഹങ്കാരത്തോടു കൂടിയല്ല. വഖാല തആല, മറ്റൊരായത്തിൽ സൂറത്തുൽ മാഇദയിലെ 45-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, ആരാണോ നിങ്ങളിൽ നിന്ന് അവന്റെ ദീനിൽ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മുർത്തദായി പോകുന്നത്, അഥവാ അതൊഴിവാക്കി പോകുന്നത്, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ കൊണ്ടുവരും. അഥവാ നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം ഒരു ജനതയെ കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും, അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മേൽ അങ്ങേയറ്റം താഴ്മ കാണിക്കുന്നവരായിരിക്കും അവർ. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ മേൽ പ്രതാപം കാണിക്കുന്നവരുമായിരിക്കും അവർ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് ആദ്യം പറഞ്ഞു അള്ളാഹു അവരെ ഇഷ്ടപ്പെടും, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അത് തൗഹീദിന്റെ അടിസ്ഥാനമാണ്. അതിനുശേഷം അവരുടെ വിശേഷണമായി അള്ളാഹു തആല കൊണ്ടുവരുന്ന ഒരു പുതിയ സമൂഹത്തിന്റെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരുടെ വിശേഷണമായി പറയുന്നിടത്ത് പറഞ്ഞു, അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട്, മുഅ്മിനീങ്ങളുടെ മേൽ താഴ്മ കാണിക്കുന്നവരാണ്. ശ്രദ്ധിക്കണം, ആ പദത്തിന്റെ ഉപയോഗം ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കുന്നുണ്ട്. അദില്ലത്തിൻ പറഞ്ഞാൽ നമ്മൾ പൊതുവെ ദില്ലത്ത്, നിന്ദ്യത എന്നുള്ള അർത്ഥത്തിലാണ് പറയാറുള്ളത്. അങ്ങേയറ്റത്തൊരു താഴ്മ കാണിക്കുന്നതിനാണ് പറയാ. അലൽ മുഅ്മിനീൻ, അല എന്നുള്ള പദം ഉപയോഗിക്കുക മേൽ എന്നുള്ള അർത്ഥത്തിലാണ് അറബിയിൽ. അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മേൽ നിന്ദ്യത കാണിക്കുന്ന അല്ലെങ്കിൽ താഴ്മ കാണിക്കുന്നവരാണ് എന്നുള്ളത്. ഒരു ഭാഗത്ത് ദില്ലത്ത് എന്ന് പറഞ്ഞു, അതിനെ ചേർത്തി പറഞ്ഞത് അല എന്ന വാക്കിനോടാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ലമ്മാ കാന ദുല്ലു മിൻഹും ദുല്ല റഹ്മത്തിൻ വഅത്ഫിൻ വശഫഖത്തിൻ വഇഖ്ബാത്തിൻ അദ്ദാഹു ബിഅദാതി അല. ഇവിടെ ലമ്മാ കാന ദുല്ലു മിൻഹും, മുഅ്മിനീങ്ങളിൽ നിന്നുണ്ടാകുന്ന, അഥവാ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന ദുല്ല് എന്നുള്ള പദം നാം പറഞ്ഞു, പൊതുവെ ഉപയോഗിക്കുക ദില്ലത്ത് ഒക്കെ നിന്ദ്യത എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ താഴ്മ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാം. ആ കാര്യം പറഞ്ഞു. അതെങ്ങനെയുള്ള ദില്ലത്താണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ദുല്ലാണ്? ദുല്ല റഹ്മത്തിൻ വഅത്ഫിൻ, കാരുണ്യത്തിന്റെ, കൃപയുടെ, വശഫഖത്തിൻ വഇഖ്ബാത്ത്, താഴ്മയുടെ, വിനയത്തിന്റെ ഒരു ദില്ലത്താണ്, ദുല്ലാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദാഹു ബിഅദാത്തിൻ അല കൊണ്ട് അതിനെ ചേർത്തി പറഞ്ഞത്. അതായത് അറബി ഭാഷയിൽ ഏതെങ്കിലും ഒരു ഹറൂഫുൽ ജർ, അറബി പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ഹർഫുൽ ജർ, മിൻ, അല, അതുപോലെയുള്ളത് ഒരു വാക്കിനോട് ചേർത്ത് പറയുമ്പോൾ, അത് ഫിഅലാവട്ടെ അല്ലെങ്കിൽ ഇസ്മാവട്ടെ,
അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. ഇപ്പൊ നമുക്കറിയുന്നതാണ് റഗിബ ഫി റഗിബ അൻ എന്ന് പറയുന്നത്. റഗിബ ഫി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനോട് താല്പര്യം കാണിച്ചു എന്ന അർത്ഥം. അതേ റഗിബ അൻ എന്ന് വെച്ച് പറഞ്ഞാലോ ഒന്നിനോട് വിമുഖത കാണിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അർത്ഥവ്യത്യാസങ്ങൾ വരും. അപ്പൊ ഇവിടെ ഈ ദുല്ല് അദില്ലത്തിൻ എന്നുള്ളതിനെ അല എന്നുള്ള ഹർഫ് ജറിനോട് ചേർത്തി പറയുമ്പോൾ, അത് അല്ലെങ്കിൽ അതുകൊണ്ട് അത് തഅദ്ദി ചെയ്ത് പറയുമ്പോൾ, അതുകൊണ്ട് മറ്റൊന്നിലേക്ക് ചേർത്തി പറയുമ്പോൾ അവിടെ അർത്ഥം നിന്ദ്യത എന്നുള്ളതല്ല, അവിടെ അർത്ഥം താഴ്മ കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിന്ദ്യത എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമാണല്ലോ, പക്ഷെ അതിനെ ചേർത്തി പറഞ്ഞത് അല വെച്ചിട്ടാണ്. അങ്ങനെ പറയുമ്പോൾ ആ നിന്ദ്യത എന്നുള്ളത് നല്ലതാണ്, കാരുണ്യത്തിന്റെയും കൃപയുടെയും താഴ്മയാണ് അറിയിക്കുന്നത്. അതാണ് അതിന്റെ അർത്ഥവ്യത്യാസം. തൽമീനൻ ലിമആനി ഹാദിഹിൽ അഫ്ആൽ, എന്തിനാണ് അതങ്ങനെ പറഞ്ഞത്? ഈ പ്രവർത്തനത്തിന്റെ അർത്ഥത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ് അർത്ഥമെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി. ഫഇന്നഹു ലം യുരിദ് ബിഹി ദുല്ലൽ ഹവാനി അല്ലദീ സാഹിബുഹു ദലീലുൻ, ഇവിടെ ഒരു വ്യക്തി നിന്ദ്യനാകുന്ന ഒരു കാര്യമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അഥവാ ഇവിടെ അദില്ലത്തിൻ അൽ മുഅ്മിനീൻ എന്നുള്ള വാക്കിലെ ആ ദില്ലത്ത് എന്നുള്ളത് ഒരാൾ നിന്ദ്യനാകുന്ന, അങ്ങേയറ്റം അവഹേളനം സഹിക്കുന്ന, ദലീലാകുന്ന ഒരു ഉദ്ദേശമല്ല അവിടെ വന്നിട്ടുള്ളത്. അല എന്ന് വന്നതോടുകൂടി അതിന്റെ അർത്ഥം എന്തായി? നല്ല രീതിയിലുള്ള താഴ്മ എന്നുള്ളതിലേക്ക് മാറി. വഇന്നമാ ഹുവ ദുല്ലുൽ ലീനി വൽഇൻഖിയാദി അല്ലദീ സാഹിബുഹു ദലൂലുൻ ഫൽമുഅ്മിനു ദലൂലുൻ, ഇവിടെ വന്നിട്ടുള്ള ദുല്ല് എന്നുള്ളത്, ദില്ലത്ത് എന്നുള്ളത് ഏത് തരത്തിലുള്ളതാണ്? ദുല്ലുൽ ലീനി വൽഇൻഖിയാദ്, താഴ്മയോടുകൂടിയുള്ള മൃദുലമായിട്ടുള്ള വിനയത്തോടു കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ വ്യക്തി എന്താവുന്നു? ദലൂലാകുന്നു. അതായത് നിന്ദ്യത എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ദലീൽ എന്നാണ് ഉപയോഗിക്കുക. എന്നാൽ നല്ല രീതിയിലുള്ള താഴ്മയാണ്, വിനയത്തോടു കൂടിയുള്ള താഴ്മയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുക? ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുക? ദലൂൽ എന്നാണ് പറയുക. ചില ഭാഷാപരമായിട്ടുള്ള ഉപയോഗങ്ങളാണ്. ദലീൽ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട രീതിയിലുള്ള നിന്ദ്യത, ദലൂൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിനയത്തോടു കൂടി കാണിക്കുന്ന താഴ്മ. അപ്പോ ഈ മുഅ്മിനീങ്ങൾ താഴ്മയുള്ളവരാണ്, മുഅ്മിനീങ്ങളോട് താഴ്മ കാണിക്കുന്ന ആളുകളാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ എന്ന് പറയുന്നു. അപ്പോ തവാളുവിന്റെ ബാബിൽ മുഅ്മിനീങ്ങളോട് താഴ്മ കാണിക്കുന്ന, വിനയം കാണിക്കുന്ന ആളുകളാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല സമൂഹം. വഫി സഹീഹ് മുസ്ലിമിൻ അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, സഹീഹ് മുസ്ലിമിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നതു മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ, ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അല്ലെങ്കിൽ ആദ്യ സമയത്ത് സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയില്ല ആരുടെ കൽബിലാണോ ഒരു അണുമണി തൂക്കം കിബിർ ഉള്ളത്, അഥവാ തവാളുഇന്റെ എതിരാണ് കിബിർ. ആ കിബിർ ആരുടെ ഉള്ളിലാണോ ഒരു അണുമണി തൂക്കമുള്ളത്, അവൻ സ്വർഗത്തിൽ നേരിട്ട് പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമുക്കെല്ലാം മാതൃകയായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടി, ദുനിയാവിലും പരലോകത്തും ഏറ്റവും ഉത്തമനായിട്ടുള്ള സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം എങ്ങനെയായിരുന്നു എന്ന് അറിയിക്കുകയാണ്. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യമുറു അല സിബിയാനി ഫയുസല്ലിമു അലൈഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൃഷ്ടിയാണ്, സംശയമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫضലും എല്ലാം. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന സമയത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട് എങ്കിൽ, കുട്ടികളുടെ അടുത്തുകൂടെ പോകുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സലാം പറയാറുണ്ടായിരുന്നു. വകാനത്തിൽ അമതു തൗഖുദു ബിയദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതൻതലിഖു ബിഹി ഹൈതു ശാഅത്, ചെറിയ കുട്ടികൾ, അടിമക്കുട്ടികൾ, പെൺകുട്ടികൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈ പിടിച്ചുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകാറുണ്ടായിരുന്നു, അഥവാ അവിടുത്തെ കൈ പിടിച്ചിട്ട് നടക്കാറുണ്ടായിരുന്നു. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഫീ ബൈതിഹി ഫീ ഖിദ്മത്തി അഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും മഹത്തരമായ സ്ഥാനത്താണ്, ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ നാടിന്റെ നേതാവാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രാജാവാണ്, മദീനത്തെ നേതാവാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടുകാർക്ക് ഖിദ്മത്തുകൾ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു, വീട്ടിലെ ജോലികളിൽ സഹായിക്കാറുണ്ടായിരുന്നു, വീട് വൃത്തിയാക്കി കൊടുക്കാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കാറുണ്ടായിരുന്നു, അങ്ങനെ കാര്യങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. വലം യകുൻ യൻതഖിമു ലിനഫ്സിഹി ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും സ്വന്തത്തിന്റെ പേരിൽ ഒരാളോട് പക വീട്ടാനോ ദേഷ്യപ്പെടാനോ നിന്നിട്ടില്ല. അഥവാ തന്നോട് ചെയ്ത ഒരു കാര്യത്തിന്റെ മേലെ ഒരാളോട് പകരം വീട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ടില്ല, ദീനിന്റെ ഹുർമത്തുകൾ ലംഘിച്ചാലല്ലാതെ.
വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്സിഫു നഅലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെരുപ്പ് പൊട്ടുകയോ മറ്റോ ഉണ്ട് എങ്കിൽ അത് തുന്നിച്ചേർക്കുന്ന, അത് ശരിയാക്കുന്ന പണികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെയ്യാറുണ്ടായിരുന്നു. വയർഖഉ സൗബഹു, അതുപോലെ തന്നെ വസ്ത്രത്തിൽ കീറലോ മറ്റോ ഉണ്ട് എങ്കിൽ അത് തുന്നി വൃത്തിയാക്കാൻ അല്ലെങ്കിൽ അതിന്റെ അഴുക്ക് നീക്കാൻ അതുപോലെയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം തന്നെ ചെയ്യാറുണ്ടായിരുന്നു. നമുക്കറിയാം അവിടുന്ന് ഖാദിമകളുണ്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ ആളുകളുണ്ട്. ഞാൻ ഇന്ന സ്ഥാനത്തുള്ള ആളാണ്, ഇത്ര വലിയ ആളാണെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നില്ല. വിനയമുള്ള ആളായിരുന്നു, തവാദുഉള്ള ആളായിരുന്നു. വയഹ്ലുബു ശാത്ത ലിഅഹ്ലിഹി, തന്റെ കുടുംബത്തിന് വേണ്ടി ആടിനെ പാല് കറന്നു കൊടുക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വയഅലിഫുൽ ബഈറ, ഒട്ടകത്തിന് തീറ്റ കൊടുക്കാറുണ്ടായിരുന്നു. നമ്മൾ ആലോചിച്ചു വെക്കണം, അള്ളാഹുവിന്റെ റസൂൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. തന്റെ ഒട്ടകത്തിന് തീറ്റ കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നു. വയഅകുലു മഅൽ ഖാദിം, അവിടുത്തെ ജോലിക്കാരുടെ ഒപ്പം അല്ലെങ്കിൽ ഖാദിമായിട്ടുള്ള ആളുകളോടൊപ്പം ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാൻ ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. വയുജാലിസുൽ മസാക്കീൻ, മിസ്കീനുകളോടൊപ്പം സദസ്സിൽ ഇരിക്കാറുണ്ടായിരുന്നു. പാവപ്പെട്ട സാധുക്കളായിട്ടുള്ള ആളുകളോടൊപ്പം സദസ്സ് പങ്കിടുകയും അവരോടൊപ്പം ഇരിക്കാറുണ്ടായിരുന്നു. വയംശി മഅൽ അർമലതി വൽ യതീം ഫീ ഹാജതിഹിമാ, വിധവയായിട്ടുള്ള അതുപോലെ യതീമായിട്ടുള്ള ആളുകൾ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ അവരുടെ സഹായത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാറുണ്ടായിരുന്നു. വയബ്ദഉ മൻ ലഖിയഹു ബിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുമ്പോൾ, ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവിടുന്ന് സലാം പറയാറുണ്ടായിരുന്നു. വയുജീബു ദഅവത മൻ ദഅാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, വലീമക്കോ മറ്റോ എല്ലാം ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഉത്തരം ചെയ്യും, ക്ഷണം സ്വീകരിക്കും. വലൗ ഇലാ ഐസരി ഷൈഇൻ, അത് ചെറിയൊരു കാര്യത്തിനാണെങ്കിലും, അഥവാ ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു ഭക്ഷണമാണെങ്കിലും അതുപോലെയുള്ള കാര്യമാണെങ്കിലും ക്ഷണിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണം സ്വീകരിക്കാറുണ്ടായിരുന്നു. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ അവിടുത്തെ വിനയം അറിയിക്കുന്ന സ്വഭാവ ഗുണങ്ങളാണ്, നമ്മളിൽ ഉണ്ടാകേണ്ടതുമാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യിനൽ മുഅ്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ, കുറഞ്ഞതുകൊണ്ട് തന്നെ, ലഘുവായതുകൊണ്ട് തന്നെ തൃപ്തിപ്പെടുന്ന അത് മതിയായ വ്യക്തിയായിരുന്നു. ലയ്യിനൽ ഖുലുഖ്, അതുപോലെ തന്നെ ലോലമായ മൃദുലമായ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. കരീമത്വബ, അവിടുത്തെ പ്രകൃതം തന്നെ മാന്യതയുള്ള പ്രകൃതമായിരുന്നു. ജമീലൽ മുആശറ, അവിടുത്തെ ഇടപഴകൽ സ്വന്തം കുടുംബത്തിനോടോ ഭാര്യയോടോ കുടുംബക്കാരോടോ ആളുകളോടെല്ലാം നല്ല ഭംഗിയായി ഇടപഴകുന്ന വ്യക്തിയായിരുന്നു. ത്വൽഖൽ വജ്ഹി ബസ്സാമൻ, പുഞ്ചിരിയോടുകൂടി മുഖപ്രസന്നതയോടുകൂടി ആളുകളുമായി ഇടപഴകുന്ന വ്യക്തിയായിരുന്നു. മുതവാളിഅൻ മിൻ ഗൈരി ദില്ലത്തിൻ, നിന്യതയല്ലാതെ താഴ്മ കാണിക്കുന്ന ആളായിരുന്നു. അപ്പൊ നമ്മൾ സ്വഭാവത്തിന്റെ ബാബിൽ പറഞ്ഞു, തവാദുഅ് കൂടിക്കഴിഞ്ഞാൽ എന്താവും? ദില്ലത്താവും, നിന്യതയാവും, അങ്ങേയറ്റത്തെ നിന്യത അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെയല്ലാതെ തവാദു എത്രയാണോ വേണ്ടത് ആ അളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടായിരുന്നു. ജവാദൻ മിൻ ഗൈരി സറഫിൻ, അവിടുന്ന് അങ്ങേയറ്റം ചെലവഴിക്കുമായിരുന്നു, എന്നാൽ ഇസ്രാഫില്ലാതെ, അഥവാ തോന്നിയതുപോലെ ചെലവഴിക്കാതെ ആവശ്യമായ നിലയ്ക്ക് ചെലവഴിക്കുന്ന വ്യക്തിയായിരുന്നു. റഖീഖൽ ഖൽബി റഹീമൻ ബികുല്ലി മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമിനോടും അങ്ങേയറ്റം മൃദുലമായ ഹൃദയത്തോടുകൂടി ലോലമായി കാരുണ്യത്തോടുകൂടി പെരുമാറുന്ന വ്യക്തിയായിരുന്നു. ഖാഫിദൽ ജനാഹിലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് തന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്ന അഥവാ അവരോട് താഴ്മ കാണിക്കുന്ന വ്യക്തിയായിരുന്നു. ലയ്യിനൽ ജാനിബി ലഹും, അവരോട് ഏറ്റവും ലോലമായി ചാഞ്ഞു നിൽക്കുന്ന, അവരുടെ കാര്യങ്ങൾക്ക് നിൽക്കുന്ന വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവാദു എന്ന സ്വഭാവ ഗുണത്തെ അറിയിക്കുന്ന അവിടുത്തെ വിശേഷണങ്ങളായിരുന്നു. ഇവിടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം പരിശോധിക്കേണ്ടത്, നമ്മുടെ സ്വന്തത്തിൽ പരിശോധിക്കേണ്ടത്, ഒരു മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം മാതൃകാപരമായിരിക്കണം. ആളുകൾക്ക് ഇവൻ മുഅ്മിനാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള സ്വഭാവ ഗുണമുള്ള ആളുകളായിരിക്കണം. പലപ്പോഴും സ്വഭാവത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്നത് മുഅ്മിനീങ്ങളുടെ സ്വഭാവം മോശമാകാൻ കാരണമാകുന്നതായി നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ ഫസ്ലിൽ പറഞ്ഞല്ലോ, സ്വഭാവത്തിന്റെ ഫസ്ലിൽ പ്രകൃതിയുള്ള സ്വഭാവങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. അത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചുകൊണ്ട് അതിന് പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ അവനവന്റെ സ്വഭാവത്തിന്റെ നന്മകളും ദോഷങ്ങളും മനസ്സിലാക്കുകയും അതനുസരിച്ച് അതിനെ ക്രമീകരിക്കുകയുമാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേറ്റവും മഹത്തരമായിട്ടുള്ള മാതൃകയാണ്. സുഇലൽ ഫുദൈൽ ഇബ്നു ഇയാദ് അനി തവാദു, ഒരിക്കൽ താബിഈ പണ്ഡിതനായ സാഹിദായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയോട് തവാദുഇനെ പറ്റി ചോദിക്കപ്പെട്ടു, എന്താണ് തവാദു എന്നുള്ളത്, അഥവാ വിനയം. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, യഖ്ദഉ ലിൽ ഹഖ്, സത്യത്തിന്റെ മുമ്പിൽ താഴ്മ കാണിക്കുകയാണ്, അഥവാ അത് അംഗീകരിക്കുന്ന രീതിയിലാവുകയാണ് ഹക്കിന്റെ മുമ്പിൽ. വയൻഖാദു ലഹു, അതിനെ പിന്തുടരുക, അതിനെ പിൻപറ്റുക.
വയഖ്ബലുഹു മിമ്മൻ ഖാലഹു, ആര് ഹക്ക് പറഞ്ഞാലും, ഹക്ക് ആരാണോ പറയുന്നത് അവനിൽ നിന്ന് അത് സ്വീകരിക്കുക. എൻ്റെ അടുത്ത ആളാണ്, എൻ്റെ കുടുംബക്കാരനാണ്, അല്ലെങ്കിൽ എൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അവൻ പറഞ്ഞതേ ശരിയുള്ളൂ, മറ്റവനിൽ നിന്ന് സ്വീകരിക്കില്ല. അങ്ങനെയല്ല, ഹക്കാണോ പറഞ്ഞത് അത് ആരാണെങ്കിലും അത് സ്വീകരിക്കുന്ന ഒരു മനസ്സുണ്ടാവുക. അതാണ് തവാദു എന്ന് പറഞ്ഞു കാണാം. വഖാല ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അലാ ആതിഖിഹി ഖിർബതു മാഇൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ആയിരുന്ന, അഥവാ മുസ്ലിമീങ്ങളുടെ ഖലീഫയായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു ദിവസം കണ്ടു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മുതുകിൽ ഒരു വെള്ളം കൊണ്ടുപോകാനുള്ള, മൃഗത്തിന്റെ തോല് കൊണ്ടുണ്ടാക്കുന്ന വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു പാത്രം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യം വെള്ളം ഏറ്റിക്കൊണ്ടുപോകുന്നത് കണ്ടു. ആരാണ്? ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്, അവിടുത്തെ നേതാവും രാജാവുമാണ്, കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു യാ അമീറൽ മുഅ്മിനീൻ, ഏ അമീറൽ മുഅ്മിനീൻ, ലാ യംബഗി ലക ഹാദാ, ഇത് നിങ്ങൾക്ക് യോജിച്ചതല്ല, നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഉന്നതമായ സ്ഥാനത്തുള്ള വ്യക്തിയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലമ്മ അതാനിൽ വുഫൂദു സാമിഈന മുതീഈൻ, പല സംഘങ്ങൾ, പല നാടുകളിൽ നിന്നുള്ള ആളുകൾ സംഘങ്ങളായി വന്ന് എൻ്റെ അടുക്കൽ വന്ന് ഞാൻ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ, അതോ ഭരണാധികാരിയാണ്, സ്വാഭാവികമായിട്ടും തൻ്റെ കീഴിലുള്ള ആളുകൾ എന്ത് ചെയ്യും? ഭരണാധികാരി പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ദഖലത് നഫ്സീ നുഖ്വത്തുൻ, എൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരം പോലെ വന്നു. ഞാനെന്തോ വലിയ ആളായിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്ന നിലക്ക് എൻ്റെ ഉള്ളിൽ തോന്നി. ഫഹ്ബബ്തു അൻ അക്സിറഹ, ഞാനത് തകർത്ത് കളയാൻ ഇഷ്ടപ്പെട്ടു എന്ന്. അഥവാ ഞാനൊന്നുമല്ല, ഞാൻ വെറും സാധാരണക്കാരൻ തന്നെയാണ് എന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിന്റെ തോൽപാത്രം ഏറ്റിക്കൊണ്ട് ഞാൻ പോകുന്നത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നോക്കൂ, എത്രത്തോളമാണ് അവരുടെ ജീവിതത്തിൽ വിനയമില്ലാതെയാകുന്നുണ്ടോ അല്ലെങ്കിൽ അഹങ്കാരത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതിനെ സൂക്ഷിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും കിബിർ എന്നുള്ളത് 3 കാര്യങ്ങളിലൂടെയാണ് മനുഷ്യന് വരിക. ഒന്നാമത്തേത് പദവി കൊണ്ടുവരും, ഒരാൾക്ക് പദവി കൊണ്ട് കിബിർ വരും. രണ്ടാമത്തേത് സമ്പത്ത് കൊണ്ടുവരും, സമ്പത്ത് അധികരിച്ചാൽ അവന് കിബിർ വരും. മൂന്നാമത്തേത് ഇൽമ് കൊണ്ടുവരും, ഇൽമ് ഒരാൾക്ക് അധികരിക്കുന്ന സമയത്ത് അവൻ അതവില്ല എങ്കിൽ അവനിൽ കിബിർ വരും. ഈ 3 കാര്യങ്ങൾ കിബിർ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വയുദക്കിറു അന്ന അബൂദർ അയ്യറ ബിലാലൻ റളിയല്ലാഹു അൻഹുമാ, ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവഹേളിച്ചു. ബിസവാദിഹി, കറുപ്പ് നിറം പറഞ്ഞുകൊണ്ട്, കറുത്ത സ്ത്രീയുടെ മകനെ എന്നോ അല്ലെങ്കിൽ കറുപ്പ് നിറത്തെ പറഞ്ഞുകൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് എന്ത് വന്നു? ഒരു വാക്കിൽ ബിലാൽ റളിയല്ലാഹുവിനെ അവഹേളിക്കുന്ന, ആക്ഷേപിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു. തുമ്മ അന്നഹു നദിമ, പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അത് പരാതിപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഇന്നകം റൂം ഫീക്കൽ ജാഹിലിയ, ജാഹിലിയത്ത് ഉള്ളിലുള്ളവനാണ് നീ എന്ന് അബൂദർ റളിയല്ലാഹുവിനോട് പറയുകയും ചെയ്ത സന്ദർഭമുണ്ട്. അപ്പൊ അത് കേട്ടപ്പോൾ അബൂദർ റളിയല്ലാഹുവിന് അങ്ങേയറ്റം ഖേദം തോന്നി. ഞാനങ്ങനെ പറഞ്ഞു പോയല്ലോ, തെറ്റായി പോയല്ലോ, ഒരു അബദ്ധത്തിൽ പറഞ്ഞ വാക്കാണ്. അപ്പൊ അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നി. ഫൽഖ നഫ്സഹു വഹലിഫ, അങ്ങനെ ബിലാൽ റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയിട്ട് അബൂദർ റളിയല്ലാഹു തന്റെ മുഖം നിലത്ത് വെച്ചു. എന്നിട്ട് സത്യം ചെയ്ത് പറഞ്ഞു, ലാ റഫഅതു റഅസി ഹത്താ യതഅ ബിലാലുൻ ഖദ്ദി ബിഖദമിഹി, ഞാൻ എൻ്റെ തല ഇവിടുന്ന് ഉയർത്തുകയില്ല, ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിലാൽ റളിയല്ലാഹുവിന്റെ കാലുകൊണ്ട് എൻ്റെ കവിളിൽ വെക്കാതെ, അല്ലെങ്കിൽ എൻ്റെ നിന്യത അത്രത്തോളം ഉണ്ട് എന്ന് പകരം ബിലാൽ റളിയല്ലാഹു എന്നെ അങ്ങനെ ചെയ്യാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കില്ല എന്ന് പറയുകയും ഫലം യർഫഅഹു ഹത്താ ഫഅല ബിലാൽ, ബിലാൽ റളിയല്ലാഹു അങ്ങനെ ചെയ്യാതെ അദ്ദേഹത്തിന്റെ തല ഉയർത്തുകയും ചെയ്തില്ല. അങ്ങനെ ചെയ്തിട്ടാണ് പിന്നെ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റത് എന്ന് കാണാം. അഥവാ നമ്മുടെ വാക്കിലോ മറ്റോ എല്ലാം അഹങ്കാരത്തിന്റെ എന്തെങ്കിലും വാക്ക് വലിയ അപകടമാണ്. അഹങ്കാരം എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചില ആളുകൾക്ക് അഹങ്കാരം ഉണ്ടാകും, പക്ഷെ അവർക്ക് മനസ്സിലാവില്ല എനിക്ക് അഹങ്കാരം ഉണ്ട് എന്നുള്ളത്. ആ നിലക്കാണ് ഉണ്ടാവുക. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ, എനിക്ക് അതുകൊണ്ടുള്ള സംസാരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തിരുത്താൻ സഹാബികൾ കാണിച്ച ഒരു മനസ്സ് വളരെ വലുതാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മാതൃകയും അബൂദർ റളിയല്ലാഹുവിന്റെ മാതൃകയും അതുകൊണ്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങൾ. വഅവ്വലു ദംബിൻ അസല്ലാഹ ബിഹി അബവാ സഖലൈൻ. സഖലൈൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ജിന്നുവർഗവും മനുഷ്യവർഗവും, അതിനാണ് സഖലൈൻ എന്ന് പറയുക. ഈ 2 കൂട്ടരുടെയും പിതാക്കന്മാർ, ജിന്നുവർഗത്തിന്റെ പിതാവ് എന്ന് പറയുന്ന ആരെയാണ്? ഇബ്ലീസിനെയാണ്. മനുഷ്യവർഗത്തിന്റെ ആദം നബി അലൈഹി ഇസ്ലാമിനെയുമാണ്. ഇവർ 2 പേരും
അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ച ആദ്യത്തെ തെറ്റ് എന്നുള്ളത് അൽ കിബ്റു വൽ ഹിർസു, കിബറും ഹിർസുമാണ്. ജിന്നുവർഗത്തിന്റെ പിതാവെന്ന് പറയുന്ന ഇബ്ലീസ് ചെയ്ത തെറ്റെന്താണ്? കിബറാണ് ആദ്യത്തെ തെറ്റ്. ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്നുണ്ടായത് എന്താണ്? ഹിർസാണ്, ആർത്തിയാണ്. അഥവാ തന്നോട് നിഷേധിച്ച ആ പഴം കഴിച്ചതാണ്, ആർത്തിയാണ്. ഈ രണ്ട് തെറ്റുകളാണ്. ഫകാനൽ കിബ്റു ദംബ ഇബ്ലീസ് അൽ-ലഈൻ, കിബ്ർ എന്നുള്ളത് ഇബ്ലീസിന്റെ തെറ്റായിരുന്നു. ഖാല ഫആല അംറുഹു ഇലാ മാ ആല ഇലൈഹി, ആ അഹങ്കാരം കൊണ്ട് എന്താണോ പിശാചിന്റെ അവസ്ഥ എന്നുള്ളത് അങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തു. അഥവാ കാലാകാലം നരകത്തിലാകുന്ന അല്ലെങ്കിൽ ആളുകളെ വഴികേടിലാക്കുന്നതിന്റെ കുറ്റം മൊത്തം ഏറ്റെടുക്കേണ്ടി വരുന്ന അത്രയും നിന്ദ്യമായ ശപിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഇബ്ലീസ് കിബ്ർ കൊണ്ടെത്തി. വദംബു ആദം അലാ നബിയിന വഅലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം എന്തായിരുന്നു? തെറ്റെന്തായിരുന്നു? കാന മിനൽ ഹിർസി വശഹ്വ, അത് ആർത്തി കൊണ്ടും ദേഹേച്ഛ കൊണ്ടും ഉണ്ടായതാണ്. അഥവാ ഒരു പഴത്തിനോട് വിരോധിക്കപ്പെട്ട ഒരു കാര്യം അത് കഴിക്കണം, അത് വേണമെന്നുള്ള ആർത്തിയും ശഹ്വത്ത് കൊണ്ടും ഉണ്ടായതാണ്. ഫകാന ആഖിബതുഹു അത്തൗബത വൽ ഹിദായ, അതിന്റെ അവസാനം എന്താണ് ഉണ്ടായത്? ആദം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകുകയും ഹിദായത്തിലാക്കുകയും ചെയ്തു, നേരായ മാർഗത്തിലാക്കുകയും ചെയ്തു. നമ്മളൊന്ന് മനസ്സിലാക്കണം. അഥവാ ഇബ്ലീസിന് സംഭവിച്ച തെറ്റെന്താണ്? കിബറാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന് സംഭവിച്ചത് ഹിർസും ഷഹ്വത്തുമാണ്, അഹങ്കാരമാണ്. ഇബ്ലീസിന് സംഭവിച്ചത് ആദം നബി അലൈഹി ഇസ്ലാമിന് ആർത്തിയും ഷഹ്വത്തുമാണ്. കിബർ സംഭവിച്ച ഇബ്ലീസിന് അവസാനം ഉണ്ടായത് എന്താണ്? ഇന്ന് കാണുന്ന വഴികേടിന്റെ നേതാവായിട്ട് മാറി. ഹിർസും ഷഹ്വത്തും സംഭവിച്ച ആദം നബി അലൈഹി ഇസ്ലാമിന് സംഭവിച്ചത് എന്താണ്? തൗബ ലഭിക്കുകയും ഹിദായത്തിലാവുകയും ചെയ്തു. വദംബു ഇബ്ലീസ് ഹമലഹു അലൽ ഇഹ്തിജാജ് ബിൽ ഖദർ വൽ ഇസ്റാർ, ഇബ്ലീസിന്റെ തെറ്റ് അഥവാ കിബർ എന്നുള്ളത് ഇബ്ലീസിനെ നയിച്ചത് അൽ ഇഹ്തിജാജ് ബിൽ ഖദർ, അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് തെളിവ് പിടിക്കുന്ന അവസ്ഥയുണ്ടായി. ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞ എന്താണ്? നീ എന്നെ വഴികേടിലാക്കി, നീ വഴികേടിലാക്കിയതാണ് എന്നെ, അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരൊക്കെ വഴികേടിലാക്കും, ഞാൻ പഴപ്പിക്കും, ഞാൻ എല്ലാവരെയും തെറ്റിലേക്ക് നയിക്കും. അള്ളാഹുവിനോട് ഖദർ കൊണ്ട് തെളിവ് പിടിക്കുന്ന അവസ്ഥ, അഥവാ അള്ളാഹ് വിധിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തത് എന്ന് നിലക്ക് പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. വലിസ്റാർ, അതുപോലെ തന്നെ ആ തെറ്റിൽ തുടരുന്ന അവസ്ഥ, തൗബ ചെയ്ത് മടങ്ങാതെ അതിൽ തുടരുന്ന അവസ്ഥയാണ് ഇബ്ലീസിനുണ്ടായത്. വദംബു ആദം, എന്നാൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പാപം എന്താ ഉണ്ടായത്? ഔജബ ലഹു ഇളാഫതഹു ഇലാ നഫ്സിഹി, ആദം നബി അലൈഹി ഇസ്ലാം ആ തെറ്റിനെ സ്വന്തത്തിലേക്കാണ് ചേർത്തി പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നോ, അല്ലെങ്കിൽ ആ തെറ്റ് പിന്നെ അള്ളാഹു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നോ, അള്ളാഹു എന്നെ കൊണ്ട് ആക്കിയത് കൊണ്ടാണ് ചെയ്തതെന്നോ പറഞ്ഞിട്ടില്ല. ആദം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് എന്താണ്? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി, അല്ലെങ്കിൽ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ, സ്വന്തത്തിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞത്. ഞാൻ സ്വന്തത്തിനോട് ദുൽമു ചെയ്തു എന്നാണ് ആദം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ് വലി ഇഖ്തിറാഫ ബിഹി വൽ ഇസ്തിഗ്ഫാർ, ആദം നബി അലൈഹി ഇസ്ലാം തന്റെ തെറ്റ് അംഗീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിനോട് ഇസ്തിഗ്ഫാർ തേടുകയുമാണ് ചെയ്തത്. രണ്ട് വ്യത്യാസമുണ്ട്. അഥവാ കിബറിന്റെ ഗൗരവം പറയുന്നത്, കിബർ എന്നുള്ളത് ഹിദായത്തിനെ തടയുന്ന, തൗബയെ പോലും തടയുന്ന ഗൗരവമുള്ള കാര്യമാണ്. ഷഹ്വത്ത് കൊണ്ട് ചെയ്യുന്ന പാപങ്ങളെക്കാൾ ഗൗരവമുള്ള കാര്യമാണ് എന്ത്? കിബർ കൊണ്ടുള്ള പാപങ്ങൾ. നൂഹ് നബി അലൈഹി ഇസ്ലാം അവിടുത്തെ മരണസമയത്ത് മക്കളോട് കൽപ്പിച്ച രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു, വിരോധിച്ച രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. കൽപ്പിച്ച കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് എന്നുള്ളതും അതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്റുമായിരുന്നു. വിരോധിച്ച കാര്യം ഒന്ന് ശിർക്കും, രണ്ട് കിബറുമായിരുന്നു. വലിയ ഗൗരവമുള്ള കാര്യമാണ്. എന്നിട്ട് പറയുന്നു ഫാഹ്ലുൽ കിബ്രി വൽ ഇസ്റാർ വൽ ഇഹ്തിജാജ് ബിൽ അഖ്ദാർ, ഇതുപോലെ കിബറിന്റെ ആളുകൾ, അഹങ്കാരത്തിന്റെ ആളുകൾ, അതുപോലെ തന്നെ താൻ ചെയ്യുന്ന തെറ്റുകൾക്ക് അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് തെളിവ് പിടിക്കുന്ന ആളുകൾ, അങ്ങനെ ചില ആളുകളുണ്ട്. അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു വിധിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകൾ. ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് ഒരു കിതാബ് തന്നെയുണ്ട് അൽ ഇഹ്തിജാജ് ബിൽ ഖദർ എന്ന് പറഞ്ഞുകൊണ്ട്, അതെപ്പോഴാണ് പറ്റുക എപ്പോഴാണ് പറ്റാതിരിക്കുക എന്നെല്ലാം ചർച്ച ചെയ്തത്. അങ്ങനെ പാപത്തിൽ തുടരുന്ന ആളുകൾ, കിബറിന്റെ ആളുകൾ, അവർ നാളെ പരലോകത്തുണ്ടാവുക മഅ ശൈഖിഹിം വഖായിദിഹിം ഇലന്നാരി ഇബ്ലീസ്, അവരുടെ നേതാവായിട്ടുള്ള, അവരുടെ ശൈഖായിട്ടുള്ള ഇബ്ലീസിനോടൊപ്പം നരകത്തിലായിരിക്കും. വഅഹ്ലുശ് ശഹ്വത്തിൽ മുസ്തഗ്ഫിറൂന തൈബൂന മുഅ്തരിഫൂന ബിദ്ദുനൂബ്, എന്നാൽ തന്റെ ശഹ്വത്തിന്റെ ആധിക്യം കാരണത്താൽ പാപങ്ങളിൽ വീണുപോകുന്ന, അത് അംഗീകരിക്കുന്ന, അതിനെ തൊട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, തൗബ ചെയ്യുന്ന, അതിൽ നിന്ന് മടങ്ങുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളോ അല്ലദീന ലാ യഹ്തജൂന അലൈഹാ ബിൽ ഖദർ,
അവർ ഖദറിനെ കൊണ്ട് തെളി പിടിക്കൂല. അള്ളാഹ് വിധിച്ചുകൊണ്ടാണ് ഈ തെറ്റ് ഞാൻ ചെയ്തതെന്ന് അവർ പറയില്ല. അങ്ങനെയുള്ള ആളുകൾ അഥവാ തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, തന്റെ ശഹവത്ത് കൊണ്ട് എന്തെങ്കിലും പാപത്തിൽ വീണു പോയി കഴിഞ്ഞാൽ അത് അംഗീകരിച്ച് അതിൽ നിന്ന് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് മടങ്ങുന്ന ആളുകൾ അവരാരോടൊപ്പമാണ്? മഅ അബീഹിം ആദം അലൈഹിസ്സലാം ഫിൽ ജന്ന. ആദം നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം അവരുടെ ഉപ്പയായിട്ടുള്ള ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ സ്വർഗത്തിലുമായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോ തവാദു എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള, ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്വഭാവമാണ്. അതിനെതിരാണ് കിബിർ എന്നുള്ളത്. ആ കിബിർ ഉണ്ടാകാനും പാടില്ല. അടുത്ത മൻസിലത്ത് മൻസിലത്തുൽ മുറൂഅ. മൻസിലത്തുൽ മുറൂഅ. മുറൂഅത്ത് എന്നുള്ള പദത്തിന് മലയാളത്തിലൊരു അർത്ഥം പറയുമ്പോൾ മാന്യത എന്നോ കൃത്യമായൊരു മലയാള പദം ആ വാക്ക് അറിയിക്കാനില്ല. അഥവാ നല്ല വ്യക്തിത്വം എന്നെല്ലാമാണ് അതിന്റെ ആശയം. അഥവാ ഒരാളുടെ സൽസ്വഭാവങ്ങളെല്ലാം കൂടിക്കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകുന്ന വ്യക്തിത്വത്തിനാണ് മുറൂഅത്ത് എന്ന് പറയുക. അഥവാ ഒരാൾക്ക് ഉണ്ടാവുന്ന നല്ല ഒരു പേഴ്സണാലിറ്റി എന്നെല്ലാം പറയുന്നതിനാണ് മുറൂഅത്ത് എന്ന് പറയുക. അതിന് മലയാളത്തിൽ ഒരു ഒറ്റ വാക്ക് മാന്യത എന്നോ അല്ലെങ്കിൽ നല്ല സ്വഭാവ ഗുണങ്ങളെന്നോ അങ്ങനെയെല്ലാമാണ്. അപ്പൊ മുറൂഅത്ത് എന്നുള്ള പദത്തെ അർത്ഥം മനസ്സിലാക്കുക, ഒരുപാട് നല്ല ഗുണങ്ങൾ ചേർന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനാണ് മുറൂഅത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹഖീഖത്തുഹ, മുറൂഅത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇത്തിസാഫുൻ നഫ്സി ബിസിഫാത്തിൽ ഇൻസാനി അല്ലതി ഫാറഖ ബിഹാ അൽ ഹയവാനൽ ബഹീം. ഇത്തിസാഫുൻ നഫ്സ്, ഒരാൾക്കുണ്ടാകുന്ന വിശേഷണങ്ങളാണ്, ഗുണങ്ങളാണ്. ബിസിഫാത്തിൽ ഇൻസാൻ, എന്തുകൊണ്ടാണ് ആ വിശേഷണങ്ങൾ, ആ ഗുണങ്ങൾ ഉണ്ടാകുന്നത്? മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട നല്ല വിശേഷണങ്ങൾ കൊണ്ട്. അല്ലതി ഫാറഖ ബിഹൽ ഹയവാനൽ ബഹീം, മൃഗങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന, അഥവാ മനുഷ്യന്റെ അകത്ത് നല്ല മാനുഷികമായ നല്ല ഗുണങ്ങളുമുണ്ട്, മൃഗീയമായ മോശം ഗുണങ്ങളുമുണ്ട്. ഒരു മനുഷ്യന്റെ അകത്ത് ഈ രണ്ടും ഉണ്ടാകും. മോശപ്പെട്ട ഗുണങ്ങൾ, മൃഗീയമായതും അതുപോലെ തന്നെ മാനുഷികമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. ശൈത്താനിയത്തായിട്ടുള്ള അക്രമപരമായിട്ടുള്ള സ്വഭാവങ്ങളും വ്യത്യസ്ത തരത്തിലുണ്ട്. ഇതിൽ മനുഷ്യത്വപരമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വിശേഷണമാണ് മുറൂഅത്ത് എന്ന് പറയുന്നത്. വശൈത്താനു റജീം, മൃഗീയമായിട്ടുള്ളതും പിശാചിൽ നിന്നുള്ള സ്വഭാവങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട്. ഫഇന്ന ഫിൻ നഫ്സി സലാസത ദവാഇൻ മുതജാദിബത്തിൻ, ഓരോ മനുഷ്യന്റെ ഉള്ളിലും 3 തരത്തിലുള്ള സ്വഭാവങ്ങളിലേക്കുള്ള തേട്ടമുണ്ടാകും. അതായത് 3 തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളിലേക്ക് മനുഷ്യനെ വലിച്ചിടുന്ന അവസ്ഥ ഉണ്ടാകും. 3 തരത്തിൽ. ദാഇൻ യദ്ഊഹ, ഒന്നാമത്തേത് ദാഇൻ യദ്ഊഹ ഇലൽ ഇത്തിസാഫ് ബി അഖ്ലാഖി ശൈത്താൻ, പിശാചിന്റെ സ്വഭാവ ഗുണങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിളിയാളം, അഥവാ പിശാചിന്റെ സ്വഭാവ ഗുണത്തിലേക്ക് നയിക്കുന്നത്. പിശാചിന്റെ സ്വഭാവ ഗുണം പറഞ്ഞാൽ എന്താണ്? മിനൽ കിബ്ർ, അഹങ്കാരം, വൽ ഹസദ്, അസൂയ, വൽ ഉലുവ്, പെരുമ കാണിക്കുക, വൽ ബഗ്യ്, അതിക്രമം, വശർ, ഉപദ്രവം ഉണ്ടാക്കുക, വൽ അദ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, വൽ ഫസാദ്, വൽ ഗിഷ്, ചതി, വഞ്ചന, കുഴപ്പമുണ്ടാക്കുക, അതുപോലെയുള്ള സ്വഭാവ ഗുണങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ഒരു തേട്ടമുണ്ടാകും ഓരോ മനുഷ്യന്റെ ഉള്ളിലും. ഒന്നാമത്തേത്. വദാഇൻ യദ്ഊഹ ഇലാ അഖ്ലാഖിൽ ഹയവാൻ, രണ്ടാമത്തേത് മൃഗീയമായിട്ടുള്ള സ്വഭാവങ്ങളിലേക്ക് വിളിക്കുന്ന, അതിലേക്ക് നയിക്കുന്നത്. അതെന്താണ്? വഹുവ ദാഇ ഷഹ്വ, ഷഹ്വത്തിന്റെ തേട്ടങ്ങൾ, അഥവാ ഷഹ്വാനിയായിട്ടുള്ള പാപങ്ങളിലേക്ക് നയിക്കുന്ന തേട്ടങ്ങൾ. അതിനാണ് മൃഗീയമായത് എന്ന് പറയാ. തോന്നിയതുപോലെ തിന്നുക, കുടിക്കുക, രമിക്കുക, അതിന് ഹലാലും ഹറാമും നോക്കാത്ത, അങ്ങനെ ഷഹ്വാനിയായിട്ടുള്ളത്. ശൈത്താന്റെ പരമായിട്ടുള്ളത് പറഞ്ഞാൽ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന കിബ്ർ, അസൂയ, അതുപോലുള്ള കാര്യങ്ങൾ. മൂന്നാമത്തേത് വദാഇൻ യദ്ഊഹ ഇലാ അഖ്ലാഖിൽ മലക്, മലക്കിന്റെ സ്വഭാവ ഗുണങ്ങളുള്ളത്, മലക്കിന്റെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെന്താണ്? മിനൽ ഇഹ്സാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, വന്നുസ്ഹ്, മറ്റുള്ളവരോട് കൂറ് പുലർത്തുന്ന, മറ്റുള്ളവരോട് കൂറ് കാണിക്കുന്ന, വൽ ബിർ, പുണ്യം ചെയ്യുന്ന, വൽ ഇൽമു വത്വാഅ, അറിവും അനുസരണവും എല്ലാം ഉണ്ടാകുന്ന നല്ല മലക്കിനോട് യോജിച്ചിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ. അപ്പൊ 3 തരത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ സ്വഭാവങ്ങളുണ്ട്. 1 ശൈത്താനിയായത്, 2 ഷഹ്വാനിയായത്, 3 മലക്കിയായത്. അഥവാ ശൈത്താനിയായത് പറഞ്ഞാൽ പിശാചിനോട് സാദൃശ്യപ്പെടുന്നത്. മൃഗീയമായിട്ടുള്ള കാര്യങ്ങൾ, ഹയവാനിയായിട്ടുള്ളത് പറഞ്ഞാൽ, മൃഗീയമായിട്ടുള്ളത് പറഞ്ഞാൽ ഷഹ്വത്ത് കൊണ്ടുള്ള ഷഹ്വാനിയായിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഗുണങ്ങൾ മലക്കുകളുടെ സ്വഭാവ ഗുണങ്ങളോട് യോജിച്ച് വരുന്ന സ്വഭാവ ഗുണങ്ങൾ.
എന്നിട്ട് പറയുന്നു ഫഹഖീഖത്തുൽ മുറൂഅ. ഈ മൂന്നെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇനി മുറൂഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയാകുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഉണ്ടല്ലോ, ശൈത്താനിയായതും അതുപോലെ തന്നെ മൃഗീയമായിട്ടുള്ള ഈ രണ്ടെണ്ണം, അതിനോട് വെറുപ്പുണ്ടാവുക. മൂന്നാമത്തെ പ്രേരണ അഥവാ മലക്കുകളുടെ സ്വഭാവ ഗുണത്തിനോട് യോജിച്ചു വരുന്ന ആ സ്വഭാവത്തിനോട്, അതിന്റെ ആ തേട്ടത്തിനോട് ഉത്തരം ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നതിനാണ് മുറൂഅത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. വഖില്ലത്തുൽ മുറൂഅത്തി വഅദമുഹ, ഒരാളുടെ മുറൂഅത്ത് നല്ലൊരു വ്യക്തിത്വം കുറയുക അല്ലെങ്കിൽ അത് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഹുവൽ ഇസ്തിർസാലു മഅ ദൈനിക ദാഇയൈൻ വതവജ്ജുഹു ലിദഅവതിഹിമ ഐന കാനത്. ആദ്യം പറഞ്ഞ രണ്ട് തേട്ടങ്ങളുണ്ടല്ലോ, ശൈത്താനിയായതും ഹയവാനിയായ ഷഹ്വാനിയായിട്ടുള്ളതും, അതിലേക്ക് തോന്നിയ പോലെ പോവുക. അത് എപ്പോഴെല്ലാം ക്ഷണിക്കുന്നുവോ അതിന്റെ പിന്നാലെ പോവുക, അല്ലെങ്കിൽ അതിലൊരു കണക്കുമില്ലാതെ ആ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നതിനാണ് ഒരാൾക്ക് മുറൂഅത്തില്ല എന്ന് പറയുന്നതിന്റെ അടയാളം. ഖാല ബഅദു സലഫ്, സലഫുകളിൽ ചിലർ പറഞ്ഞു, ഖലഖല്ലാഹുൽ മലായികത ഉഖൂലൻ ബിലാ ശഹ്വ, മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ബുദ്ധിയുള്ളവരായിക്കൊണ്ടാണ്, അഖലുള്ളവരായിക്കൊണ്ടാണ്. അവർക്ക് ശഹ്വത്തില്ല, അവർക്ക് ദേഹേച്ഛകളില്ല, അവർക്ക് ഭക്ഷണം ആവശ്യമില്ല, പാനീയങ്ങൾ ആവശ്യമില്ല, അവർക്ക് ഇണകളെ ആവശ്യമില്ല, വേറൊന്നും ശഹ്വത്തുകളൊന്നും അവർക്കില്ല. വഖലഖൽ ബഹായിമ ശഹ്വതൻ ബിലാ ഉഖൂൽ, എന്നാൽ മൃഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എങ്ങനെയാണ്? അവർക്ക് ശഹ്വത്ത് മാത്രമേ ഉള്ളൂ, അവർക്ക് ബുദ്ധിയില്ല. ഒരു കാര്യം ചിന്തിച്ച് മനസ്സിലാക്കി നല്ലതാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് മുന്നിടാനോ അത് ചിന്തിച്ച് പഠിക്കാനോ നേടാനോ ഒന്നും അവർ കഴിവില്ല. അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം അല്ലെങ്കിൽ രമിക്കണം, ഇത് മാത്രമേ ഉള്ളൂ. അത് മൃഗീയമായിട്ടുള്ളതാണ്. വഖലഖ ഇബ്ന ആദം, അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് വറക്കബ ഫീഹിൽ അഖ്ല വശഹ്വ, മനുഷ്യനിൽ അഖലും നൽകിയിട്ടുണ്ട്, ശഹ്വത്ത് നൽകിയിട്ടുണ്ട്. മനുഷ്യന് ഒരു കാര്യം ചിന്തിച്ച് ഗവേഷണം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കാനുള്ള ചിന്താശേഷിയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശഹ്വത്തും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടും മനുഷ്യന് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഫമൻ ഗലബ അഖ്ലുഹു ശഹ്വതഹു ഇൽതഹഖ ബിൽ മലായിക, ആരുടെയാണോ ശഹ്വത്തിനെ, അവന്റെ ബുദ്ധി, ചിന്താശേഷി, വിവേകം മറികടക്കുന്നത്, അവൻ മലക്കുകളോടാണ് ചേരുക. അഥവാ ഒരു ശഹ്വത്ത് പൂർത്തീകരിക്കണം, അതിന് ഹറാമായതും ഹലാലായതും അത് വേർതിരിക്കണമെങ്കിൽ അവന്റെ ചിന്താശേഷി വേണം, അഖ്ല് വേണം. അഖ്ല് കൊണ്ട് ഹലാലിലൂടെ ഞാൻ അത് പൂർത്തീകരിക്കാൻ പാടുള്ളൂ, ഞാൻ ഹലാലായതേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, ഹലാലായതേ കുടിക്കാൻ പാടുള്ളൂ, ഹലാലായ രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യത്തിൽ ബുദ്ധി ശഹ്വത്തിനെ മുന്നിടുന്നുവെങ്കിൽ അവൻ മലക്കുകളുടെ സ്ഥാനത്തിലേക്കാണ് ചേരുക. വമൻ ഗലബത് ശഹ്വതുഹു അഖ്ലഹു ഇൽതഹഖ ബിൽ ബഹായിം, ആരുടെയാണോ അവന്റെ ചിന്താശേഷിയേക്കാൾ വിവേകത്തേക്കാൾ അവന്റെ ശഹ്വത്ത് മുന്നിടുന്നത്, അവൻ മൃഗങ്ങളോടാണ് ചേരുക. നമ്മൾ ആലോചിച്ച് നോക്കിയും, ഇപ്പോൾ നമ്മൾ റോഡുകളിലൊക്കെ കാണുന്ന മദ്യപിച്ച് നടക്കുന്ന ആളുകൾ മൃഗങ്ങളെക്കാൾ കഷ്ടത്തിലാണ് റോഡുകളിൽ കിടക്കുന്നത് കാണുക. അല്ലെങ്കിൽ മൃഗങ്ങളെ പോലെ ഹലാലും ഹറാമും നോക്കാതെ മോശപ്പെട്ട മ്ലേച്ഛമായ രീതിയിൽ ജീവിക്കുന്ന എല്ലാ വൃത്തികേടുകളും ചെയ്യുന്ന ആളുകൾ അവർ മൃഗീയമായ അവസ്ഥയിലാണ്. അല്ലെങ്കിൽ പാപം ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും മൃഗങ്ങളോടാണ് അടുക്കുന്നത്. അള്ളാഹുവിനോടുള്ള അനുസരണം കൊണ്ട് മുന്നിടുമ്പോഴോ മലക്കുകളോടാണ് അടുക്കുന്നത്. സലഫുകൾ ഈ ഒരു കാര്യം പറയാറുണ്ടായിരുന്നു. വലിഹാദ ഖീല ഫീ ഹദ്ദിൽ മുറൂഅ ഇന്നഹാ ഗലബത്തുൽ അഖ്ലി ലിശ്ശഹ്വ, അതുകൊണ്ടാണ് എന്താണ് മുറൂഅത്ത് എന്നുള്ളതിന്റെ തഅരീഫ് പറയുന്നിടത്ത്, വ്യാഖ്യാനം പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്നഹാ ഗലബത്തുൽ അഖ്ലി ലിശ്ശഹ്വ, ഒരാളുടെ ശഹ്വത്തിനെ അവന്റെ വിവേകം മറികടക്കുന്നതിനാണ്, ജയിച്ച് കീഴ്പ്പെടുത്തുന്നതിനാണ് മുറൂഅത്ത് എന്ന് പറയുന്നത്. അഥവാ ഒരാളുടെ ശഹ്വത്തിനേക്കാൾ അവന്റെ വിവേകം, അവന്റെ ചിന്താശേഷി അതിനെ മുൻകടന്ന് നിൽക്കുന്നതിനാണ് എന്ത് പറയുന്നത്, മുറൂഅത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, വഹഖീഖത്തുൽ മുറൂഅ, മുറൂഅത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തജന്നുബുദ്ദനായ വർറദായിൽ, നിന്ദ്യമായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. അത് മിനൽ അഖ്വാലി വൽ അഖ്ലാഖ് വൽ അഅ്മാൽ, അത് വാക്കിലാവട്ടെ സ്വഭാവത്തിലാവട്ടെ പ്രവർത്തനങ്ങളിലാവട്ടെ നിന്ദ്യമായ തരം താഴ്ന്ന മോശപ്പെട്ട വാക്കും പ്രവർത്തനവും ഒക്കെ ഒഴിവാക്കുക. അതാണ് മുറൂഅത്തിന്റെ യാഥാർത്ഥ്യം. ഇപ്പൊ മുറൂഅത്തുൽ ലിസാൻ എന്നിട്ട് ഓരോന്നും പറയുകയാണ്. നാവിന്റെ മുറൂഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ സംസാരത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഹലാവത്തുഹു വ ത്വയ്യിബത്തുഹു വലീനുഹു, ആ സംസാരത്തിന്റെ മാധുര്യവും അതുപോലെ തന്നെ നല്ല വിശിഷ്ടമായിട്ടുള്ള നല്ല ത്വയ്യിബായ വാക്കുകൾ സംസാരിക്കലും, അതും ആ സംസാരം ലോലമായ മൃദുലമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യലാണ്. വജ്തിനാഉ സിമാർ മിൻഹു ബിസുഹൂലത്തിൻ വയുസ്രിൻ, അങ്ങനെയാണ് എങ്കിൽ
അതുകൊണ്ടുള്ള വിഭവങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ അവൻ എളുപ്പത്തിൽ കൊയ്തെടുക്കാൻ സാധിക്കും. മുറൂഅത്തുൽ ഖുലുഖ്, സ്വഭാവത്തിലുള്ള മുറൂഅത്ത് എന്ന് പറഞ്ഞാലോ സഅതുഹു വബസ്തുഹു ലിൽ ഹബീബി വൽ ബഗീദ്, വിശാലത ഉണ്ടാവുക എന്നുള്ളതാണ്. തന്റെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ഇടപഴകലിൽ വിശാലത ഉണ്ടാവുക എന്നുള്ളതാണ്. അത് തന്റെ പ്രിയപ്പെട്ടവനോടാകട്ടെ, താൻ വെറുക്കുന്ന അകൽച്ചയുള്ള ആളോടാവട്ടെ ആ നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ്. മുറൂഅത്തുൽ മാൽ, സമ്പത്ത് കൊണ്ടുള്ള മുറൂഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പത്തുണ്ട് ഒരാൾക്ക്, അതുകൊണ്ടുള്ള മുറൂഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇസ്വാബത്തു ബിബദ്ലിഹി മവാഖിഅഹു അൽ മഹ്മൂദത്ത് അഖ്ലൻ വഉർഫൻ വശർഅൻ, അത് ചെലവഴിക്കേണ്ട സ്ഥാനങ്ങളിൽ, സ്തുത്യർഹമായിട്ടുള്ള മഹ്മൂദായിട്ടുള്ള സ്ഥാനങ്ങളിൽ, സ്തുതിക്കപ്പെടുന്ന സ്ഥാനങ്ങളിൽ ചെലവഴിക്കുക. ആ സ്തുതിക്കപ്പെടുന്ന സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ നല്ലൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഉറഫൻ, അല്ലെങ്കിൽ ഒരു നാട്ടിലെ നല്ല കാര്യമായിട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ശർഅൻ, ശരീഅത്തിൽ നന്മയാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക്, അങ്ങനെ എല്ലാ നിലക്കും നന്മയായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് ചെലവഴിക്കുക എന്നുള്ളതാണ്. വമുറൂഅത്തുൽ ജാഹ്, ഒരാൾക്ക് സ്ഥാനമുണ്ട്, ഒരാൾക്കൊരു പദവിയും സ്ഥാനമുണ്ട്, അവിടെ കാണിക്കേണ്ട മുറുവത്ത് എന്താണ്? ബദ്ലുഹു ലിൽ മുഹ്താജ് ഇലൈഹി, ആ സ്ഥാനം കൊണ്ട് ആവശ്യക്കാരനാകുന്ന ആളുകൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്തു കൊടുക്കുക. അതാണ് മുറൂഅത്തുൽ ജാഹ്. വമുറൂഅത്തുൽ ഇഹ്സാൻ, നന്മ ചെയ്യുന്നിടത്തുള്ള മുറൂഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അഥവാ മറ്റൊരാൾക്ക് നന്മ ചെയ്യുന്ന മേഖലയിലുള്ള മുറൂഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തഅജീലുഹു വതൈസീറുഹു, എളുപ്പത്തിൽ ചെയ്യുക, വേഗത്തിൽ ചെയ്യുക. എന്താണോ നമ്മൾ നന്മ ചെയ്യുന്നത് അത് എളുപ്പത്തിലും വേഗത്തിലും ചെയ്യുക. വതൗഫീറുഹു, അത് പൂർണ്ണമായി ചെയ്തു കൊടുക്കുക. വഅദമു റുഅയതിഹി ഹാല വുഖൂഇഹി, അത് നൽകുന്ന സമയത്ത് ഞാനിത് ചെയ്തല്ലോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു വ്യക്തിയാണല്ലോ, ആ നിലക്കൊന്നും ഇല്ല, അവനത് ചെയ്യുന്നു എന്ന് മാത്രം, നൽകുന്നു എന്ന് മാത്രം. വനിസ്യാനുഹു ബഅദ വുഖൂഇഹി, അത് ചെയ്തു കഴിഞ്ഞാൽ മറക്കുക, അതിനെക്കുറിച്ച് മറക്കുക. അപ്പൊ നമ്മളൊരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു, പിന്നെ നമ്മൾ അയാളെ കാണുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്തവനാണ്, ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഞാൻ അല്ല, ചെയ്തു കഴിഞ്ഞു മറന്നു പോവുക, നമ്മൾ മറക്കുക. അത് കഴിഞ്ഞു, അതിന്റെ കാര്യം കഴിഞ്ഞു. ഇനി പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കലാണ് പ്രതിഫലം കിട്ടാനുള്ളത്. അത് പിന്നെ ഓർത്ത് അത് ആളുകളോട് പറഞ്ഞു നടക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഫഹാദിഹി മുറൂഅത്തുൽ ബദ്ൽ, ഇതാണ് ചെലവഴിക്കുന്ന മേഖലയിലുള്ള, ഇഹ്സാൻ ചെയ്യുന്ന മേഖലയിലുള്ള മുറൂഅത്ത്. വഅമ്മാ മുറൂഅത്തുൽ തർക്ക്, ഇനി ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടൊരു മുറൂഅത്ത് വേണം. അതായത് ഇതൊക്കെ ചെയ്യുമ്പോഴാണല്ലോ, ഇനി ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള മുറൂഅത്തുണ്ട്. അതെന്താണ്? ഫകതർക്കിൽ ഖിസാം, കുതർക്കങ്ങൾ, തർക്കങ്ങൾ, വാഗ്വാദങ്ങൾ അത് ഒഴിവാക്കുക. വൽ മുആതബ, മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. വൽ മുതാലബത്ത് വൽ മുമാറാത്ത്, മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് നേടിയെടുക്കണം, അല്ലെങ്കിൽ അത് എനിക്ക് അവകാശപ്പെട്ടതാണ്, അതെനിക്ക് നേടിത്തരണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള തർക്കങ്ങൾ, വാഗ്വാദങ്ങൾ അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ നിന്റെ ഹക്കിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് എന്ത് കാണിക്കുക? കണ്ണടക്കുക, അഥവാ പിന്നെ വല്ലാതെ അതിന്റെ പിന്നാലെ പോകാതിരിക്കുക. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം തിരിച്ചു വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഹക്കിൽ നിന്ന് എന്തെങ്കിലും അവർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ആഴത്തിൽ പോയിക്കൊണ്ട് ചോദിച്ചു വാങ്ങുന്ന, അല്ലെങ്കിൽ ഏറ്റവും നിസ്സാരമായ കാര്യം പോലും, അഥവാ വലിയ കാര്യങ്ങളല്ല, നിസ്സാരമായ കാര്യങ്ങൾ പോലും അത് തിരിച്ചു വാങ്ങാൻ വേണ്ടി ആഴ്ന്നിറങ്ങുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ജനങ്ങളുടെ കുറവുകൾ, അതിനോട് തഗാഫുൽ കാണിക്കുക, അഥവാ അത് കണ്ടിൽ നിന്ന് അടിക്കുക. ചില കാര്യങ്ങൾ കണ്ടിൽ നിന്ന് അടിക്കണം. ഏതുപോലെ ചില ആളുകളുടെ തെറ്റുകൾ അത് നീ അറിഞ്ഞിട്ട് തന്നെ ഇല്ലാ നിലക്ക് അവരെ ബോധ്യപ്പെടുത്തുക. അതായത് ചില ആളുകൾ അവരുടെ ചില കുറവുകൾ നമുക്ക് അറിയുന്നുണ്ടാകും, അവരുടെ ചില കുറവുകൾ, പക്ഷേ അത് നമ്മൾ അറിയുന്നേ ഇല്ല എന്ന നിലക്ക് വേണം അവരോട് ഇടപഴകാൻ. അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, തഗാഫുൽ കാണിക്കുക എന്ന് മാത്രമല്ല, അവരോട് ഇടപഴകുമ്പോൾ അവരെ അറിയിക്കേണ്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലായിരിക്കണം. വതൗഖീറിൽ കബീർ, പ്രായമുള്ള ആളുകളോട് കൊടുക്കേണ്ട ആദരവ് കൊടുക്കുക. വഹിഫ്ദി ഹുർമത്തിൻ നദീർ, തന്റെ സമപ്രായക്കാരായിട്ടുള്ള തന്റെ ഒപ്പമുള്ള ആളുകളുടെ ആ പിന്നെ ഹുർമത്ത് കാത്തു സൂക്ഷിക്കുക, അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുക. വരിആയത്തി അദബി സഗീർ, ചെറിയ കുട്ടികൾക്ക് നല്ല രീതിയിൽ അദബ് പഠിപ്പിച്ചു കൊടുക്കുക. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം മുറൂഅത്തിന്റെ ഭാഗമാണ്. വഹിയ സലാസു ദറജാത്ത്, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നു, മുറൂഅത്ത് എന്നുള്ളത് 3 ദറജകളിലാണ്, 3 ദറജകളിൽ മുറൂഅത്ത് ഉണ്ടാകും. അദ്ദറജത്തുൽ ഊല, ഒന്നാമത്തേത്
മുറൂഅത്തുൽ മർഇ മഅ നഫ്സിഹി. ഇത് മുറൂഅത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള 3 ദർജകളാണ്. മുറൂഅത്ത് എന്നുള്ള വിഷയത്തിൽ 3 ദർജകളുണ്ട്. അതിൽ ഒന്നാമത്തേത് മുറൂഅത്തുൽ മർഇ മഅ നഫ്സിഹി. ഒരാൾക്ക് അവന്റെ സ്വന്തത്തിൽ ഉണ്ടാകേണ്ട മുറൂഅത്ത്. വേറൊരാൾ കാണാനില്ല, അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ടുമല്ല പറയുന്നത്, സ്വന്തത്തിനോട് അവനുണ്ടായിരിക്കേണ്ട മുറൂഅത്ത്. അതെന്താണ്? വഹിയ അൻ യഹ്മിലഹാ ഖസ്റൻ അലാ മുറാഅതി മാ യുജമ്മിലു വയുസയ്യിൻ. നിർബന്ധമായും അവന് നല്ല അലങ്കാരമാകുന്ന നല്ലതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവൻ മുന്നിടുക എന്നുള്ളത്. അവനിൽ നല്ല ഗുണങ്ങൾ എന്താണോ, നല്ല അലങ്കാരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് അവനിൽ ഉണ്ടാവണം. വതർക്കുമാ യുദന്നിസു വൈശീൻ. അവനെ മോശമാക്കുന്ന, അഴുക്ക് പുരട്ടുന്ന, അല്ലെങ്കിൽ അവനിൽ മ്ലേച്ഛമാകുന്ന കാര്യങ്ങൾ അത് ഒഴിവാക്കുകയും ചെയ്യുക. ലിയസീറ ലഹാ മലകതൻ ഫിൽ അലാനിയ. അതായത് ഒരാൾ അവന്റെ സ്വന്തത്തിൽ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ആരും കാണാനില്ലെങ്കിലും ആരും അറിയുന്നില്ലെങ്കിലും അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട നല്ല ഗുണങ്ങളാണ് പറയുന്നത്. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അഥവാ മോശപ്പെട്ടത് ഒഴിവാക്കി നല്ല സ്വഭാവങ്ങളും നല്ല ഗുണങ്ങളും എല്ലാം രഹസ്യത്തിലും അവന്റെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ അവന്റെ പരസ്യത്തിലും അത് അവന്റെ ഗുണമായി മാറിത്തീരും. എന്നിട്ട് പറയുകയാണ്, ഫമനി അതാദ ശൈഅൻ ഫി സിർരിഹി. ആരെങ്കിലും അവന്റെ രഹസ്യത്തിൽ ഒരു കാര്യം തുടർന്നുകൊണ്ടേയിരുന്നാൽ, വഹുൽവത്തിഹി, അവന്റെ ഒറ്റക്കുള്ള സന്ദർഭത്തിലും അവന്റെ രഹസ്യത്തിലും ഒരു കാര്യം, ഒരു സ്വഭാവമാവട്ടെ, പെരുമാറ്റമാവട്ടെ, സംസാരമാവട്ടെ, അത് അവന്റെ ഉള്ളിൽ തുടർന്നുകൊണ്ടേയിരുന്നാൽ, മലകഹു ഫി അലാനിയതിഹി വജഹ്രിഹി, അത് അവന്റെ പ്രകടമായ അവസ്ഥയിൽ അവന്റെ പ്രകൃതമായി തീരും. അതായത് നമ്മൾ ഒറ്റക്കുള്ള സന്ദർഭത്തിലും നമ്മുടെ രഹസ്യ ജീവിതത്തിലും എല്ലാം നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസാരവും നമ്മുടെ സ്വഭാവവും എല്ലാം അത് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രകടമായിട്ടുള്ള ആളുകളും കാണുന്ന സന്ദർഭത്തിലുള്ള മേഖലകളിലുമെല്ലാം നമ്മുടെ പ്രകൃതമായി തീരും. അപ്പൊ നമ്മൾ ഒറ്റക്കുള്ളപ്പോഴും നമ്മുടെ രഹസ്യത്തിലും നല്ല ഗുണങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം നമ്മൾ നേടിയെടുത്താൽ അത് നമ്മുടെ പുറത്ത് ആളുകളുടെ മുമ്പിലുള്ള നമ്മുടെ പ്രകൃതിയുള്ള ഒരു സ്വഭാവമായിട്ട് അത് മാറിത്തീരും എന്നാണ് അവർ പറയുന്നത്. അതാണ് സ്വന്തത്തിനോടുള്ള മുറുവത്ത്. ആരും കാണുന്നില്ലെങ്കിലും ആരും അറിയുന്നില്ലെങ്കിലും സ്വന്തത്തിൽ മാന്യമായ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഫലാ യഫ്അലു ഖാലിയൻ മാ യസ്തഹി മിൻ ഫിഅലിഹി ഫിൽ മല. ഒരാൾ രഹസ്യത്തിൽ അവൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ലജ്ജിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവൻ രഹസ്യത്തിൽ ചെയ്യേണ്ടത്, അതോടെ പറഞ്ഞല്ലോ. നമ്മുടെ രഹസ്യത്തിൽ നല്ല ഗുണങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ ആളുകളുടെ മുമ്പിൽ കാണിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, രഹസ്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഇല്ലാ മാ ലാ യഹ്ദുറുഹു ശർഉ വൽ അഖ്ൽ. അതെങ്ങനെയുള്ള കാര്യങ്ങളാണ്? ശർഉ കൊണ്ടോ ബുദ്ധി കൊണ്ടോ അത് പരസ്യമായി ചെയ്യാൻ പറ്റാത്ത, രഹസ്യമായി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് രഹസ്യമായി ചെയ്യുന്നത് അതായത് ഇവിടെ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രഹസ്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യത്തിൽ പ്രകൃതമായി തീരുമെന്നുള്ളത്. അതുകൊണ്ട് രഹസ്യത്തിൽ മോശപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് രഹസ്യമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, രഹസ്യമല്ലാതെ ചെയ്യാൻ പറ്റില്ല. പരസ്യമായി ചെയ്യുക എന്നുള്ളത് അത് ദീന് കൊണ്ടും ശറഅ് കൊണ്ടും അഖ്ല് കൊണ്ടും ഒക്കെ വിരോധിച്ച കാര്യമായിരിക്കും. രഹസ്യത്തിൽ ചെയ്യുന്നത് തടഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണത്? വലാ യകൂനു ഇല്ലാ ഫിൽ ഖുൽവ. രഹസ്യത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. കൽ ജിമാ, ഭാര്യ ഭർത്തൃ ബന്ധം പോലെ, വത്തഖല്ലി, മലമൂത്ര വിസർജനം പോലെ, വനഹ്വി ദാലിക്, ഇതുപോലുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് രഹസ്യത്തിലേ പറ്റുള്ളൂ, ഒരിക്കലും പരസ്യമായിട്ട് മാറൂല. അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ പരസ്യത്തിൽ വരുന്നത് രഹസ്യത്തിലും പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ആളുകളുടെ മുമ്പിലും ആ നല്ല സ്വഭാവ ഗുണങ്ങൾ നമുക്കായി തീരും. അദ്ദറജത്തു സാനിയ, രണ്ടാമത്തെ ദറജ, അൽ മുറൂഅത്തു മഅൽ ഖൽഖ്, സൃഷ്ടികളോടുള്ള മുറൂഅത്ത്, സൃഷ്ടികളുമായിട്ടുള്ള ഇടപഴകൽ ഉണ്ടാകുന്ന മുറൂഅത്ത്. ബിഅൻ യസ്തഅമില മഅഹും ശുറൂത്തൽ അദബി വൽ ഹയാ, ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അതബോട് കൂടിയിട്ടും നല്ല മര്യാദയിലും ലജ്ജയോടും കൂടി ഇടപഴകുക. വൽ ഖുൽഖിൽ ജമീൽ, നല്ല സ്വഭാവത്തോടു കൂടി. വലാ യദ്ഹറു ലഹും മാ യക്റഹുഹു ഹുവ മിൻ ഗൈരിഹി ലിനഫ്സിഹി, മറ്റുള്ളവരോട് അവൻ പ്രകടിപ്പിക്കുകയില്ല അവന്റെ സ്വന്തത്തിന് മറ്റുള്ളവരിൽ നിന്ന് അവൻ വെറുക്കുന്ന ഒരു സ്വഭാവ ഗുണം. അതായത് നമ്മളോട് വേറൊരാൾ ചെയ്താൽ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞാൽ നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു ഗുണം നമ്മളിൽ നിന്ന് ആർക്കും ഉണ്ടാവാൻ പാടില്ല, വേറൊരാൾക്കും ഉണ്ടാവാൻ പാടില്ല. അതാണ് സൃഷ്ടികളോടുള്ള മുറുകത്ത് എന്ന് പറഞ്ഞാൽ. അതായത് ആരെങ്കിലും നമ്മളോട് പറയുന്നതോ നമ്മളോട് ചെയ്യുന്നതോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, വെറുപ്പുണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അത് ആർക്കും ഉണ്ടാവാൻ പറ്റില്ല, മറ്റുള്ളവർക്കും ഉണ്ടാകാൻ പാടില്ല. അവൻ എടുക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ അവന്റെ ഒരു കണ്ണാടിയായിട്ട് എടുക്കും. കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മറ്റൊരാളോട് പെരുമാറുന്നത്
വേറൊരാൾ എങ്ങനെ എന്നോട് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ ആയിരിക്കും അവൻ മറ്റൊരാളോട് പെരുമാറുക. അതാണ് കണ്ണാടി പോലെ ആളുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ. ഫകുല്ലു മാ കരിഹഹു വനഫറ അൻഹു, അവൻ വെറുക്കുന്ന കാര്യം എന്താണോ അതിൽ നമ്മൾ ഒഴിവായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ഒരാൾ ചീത്ത പറയുന്നതോ അല്ലെങ്കിൽ മോശപ്പെട്ടൊരു വാക്ക് പറയുന്നതോ കളിയാക്കുന്നതോ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല വിചാരിക്കുക. നമ്മൾ ചിന്തിക്കുക, നമ്മളെ ഒരു ന്യൂനത പറഞ്ഞുകൊണ്ട് ആളുകൾ കളിയാക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല? വേറൊരാളെ കളിയാക്കാൻ പാടില്ല, വേറൊരാളുടെ ന്യൂനത പറഞ്ഞുകൊണ്ട് പറയാൻ പാടില്ല, അല്ലെങ്കിൽ വേറൊരാൾ ഇഷ്ടപ്പെടാത്ത. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മാത്രമേ ജനങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പെരുമാറാൻ പാടുകയുള്ളൂ. മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ ഖുലുഖിൻ, വാക്കാവട്ടെ പ്രവൃത്തിയാവട്ടെ സ്വഭാവമാവട്ടെ എന്തും, ഫലിയതജന്നബ്ഹു, അവൻ അത് ഒഴിവാക്കട്ടെ. വമാ ഹബ്ബഹു മിൻ ദാലിക വസ്തഹ്സനഹു ഫലിയഫ്അൽഹു, എന്നാൽ അവൻ ഇഷ്ടപ്പെടുന്ന, അവനോട് ഇങ്ങോട്ട് ആളുകൾ പെരുമാറുന്നത് നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ അവൻ മറ്റുള്ളവരോടും ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അവൻ മറ്റുള്ള ആളുകളോടും ചെയ്യുകയുള്ളൂ. അദ്ദർജത്തു സാലിസ, മൂന്നാമത്തെ ദർജ എന്ന് പറഞ്ഞാൽ അൽ മുറൂഅത്തു മഅൽ ഹഖ് സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മുറൂഅത്ത്, അല്ലാഹുവിനോട് കാണിക്കേണ്ട മുറൂഅത്ത്. ബിലിസ്തിഹ്യാഇ മിൻ നദ്രിഹി ഇലൈക്, അല്ലാഹു നിന്നെ നോക്കുന്നുണ്ട് എന്ന നിലക്ക് അവനോട് ലജ്ജ കാണിക്കുക. വത്തിലാഇഹി അലൈക ഫീ കുല്ലി ലഹ്ദത്തിൻ വനഫ്സിൻ, നിന്റെ ഓരോ നിമിഷത്തിലും ഓരോ നിശ്വാസത്തിലും അല്ലാഹു നിന്നെ നോക്കി കാണുന്നുണ്ട് എന്ന ബോധത്തിൽ. വബിഇസ്ലാഹി ഉയൂബി നഫ്സിക് ജുഹ്ദൽ ഇംകാൻ, നിന്റെ സ്വന്തത്തിന്റെ ന്യൂനതകൾ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, നിനക്ക് സാധിക്കുന്ന മാക്സിമം നീ ശ്രമിക്കുക. ഫഇന്നഹു, കാരണം ഖദ് ഇശ്തറാഹ മിൻക വഅൻത സാഇൻ ഫീ തസ്ലീമിൽ മബീഅ്, നിന്റെ നഫ്സിനെ, നിന്റെ സ്വന്തത്തെ അല്ലാഹു തആല വിലക്ക് വാങ്ങിയിട്ടുണ്ട്. ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും, അല്ലാഹു തആല അവരിൽ നിന്ന് അവരുടെ നഫ്സുകളെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നിന്റെ ചരക്കാണ്, നീ കൊടുക്കേണ്ട ചരക്കാണ് എന്ത്? നിന്റെ നഫ്സ് എന്നുള്ളത് നീ അള്ളാഹുവിന് കൊടുക്കേണ്ടതാണ്. വതഖാലി സമൻ, അത് കൊടുത്തിട്ട് വേണം അതിന്റെ വില ഇങ്ങോട്ട് വാങ്ങാൻ. വില എന്താണ്? സ്വർഗ്ഗാണ് അള്ളാഹു പകരം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയാണ് വലൈസ മിനൽ മുറൂഅ, ഒരാളുടെ മാന്യതക്കോ നല്ല വ്യക്തിത്വത്തിനോ യോജിച്ചതല്ല തസ്ലീമുഹു അലാ മാ ഫീഹി മിനൽ ഉയൂബ് വതഖാലി അസ്സമന കാമിലൻ, മോശപ്പെട്ട ന്യൂനതയുള്ള ഒരു ചരക്ക് കൊടുത്തിട്ട് പൂർണ്ണമായിട്ടുള്ള വില തിരിച്ചു വാങ്ങുക എന്നുള്ളത് ഒരു മുറുവത്തിന് യോജിച്ചതല്ല. അഥവാ മുറുവത്തിന് യോജിക്കാത്ത സ്വഭാവ ഗുണങ്ങൾ വെച്ചുകൊണ്ട് ഒരു നഫ്സിനെ അള്ളാഹുവിന് കൊടുക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത മഞ്ജിലത്തുൽ അദബാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം എടുക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.